ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചാരത്തും ദൂരത്തുമായി എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിലൊരു വേദവാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഏതാണ് പട്ടണം? എന്താണ് സന്തോഷം? എന്താണ് സന്തോഷം ഇല്ലാഞ്ഞതിൻ്റെ കാരണം? എങ്ങനെയാണ് സന്തോഷമുണ്ടായത്? ഇത്യാദി കാര്യങ്ങൾ ലഭിച്ച സമയത്തിനും സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പട്ടണം ശമരിയ പട്ടണം. ശമരിയ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. വിശ്വാസികളായ നമ്മളോട് ശപിക്കപ്പെട്ട പട്ടണത്തിൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അവിടെ ഒന്നും നടക്കത്തില്ല. എന്നാൽ നമ്മുടെ ശാപത്തെയും രോഗത്തെയും പാപത്തെയും നീക്കുവാൻ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി തീരുവാൻ ഇടയായിത്തീർന്നു. ശപിക്കപ്പെട്ട പട്ടണം. അതിനോട് ചേർന്ന് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ 3 ക്വാളിറ്റി ഉള്ളവരെ മേശമേൽ തിരഞ്ഞെടുത്തു ശുശ്രൂഷിപ്പാൻ. അതിൽ ഒന്ന് ജ്ഞാനം, ആത്മാവ്, അതുപോലെ നല്ല സാക്ഷ്യമുള്ളവരെ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവിക ശുശ്രൂഷയിൽ മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിലുള്ള 7 പേരുണ്ട്. അതിൽ 2 പേരെ നമുക്ക് സുപരിചിതരാണ്. ഒന്ന് സ്തേഫാനോസ്, വേറൊന്ന് ഫിലിപ്പോസ്. സ്തേഫാനോസിനെ പറ്റി പറയുമ്പോൾ സ്തേഫാനോസിന് വെളിപ്പാടും ദർശനവുമുള്ള സ്തേഫാനോസ്. ആ സ്തേഫാനോസ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ദൈവദാസനെ, എൻ്റെ ശുശ്രൂഷ മേശമേലല്ല, ദൈവം എനിക്കൊരു വെളിപ്പാട് ദർശനം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ യെരുശലേമിൽ ഇറങ്ങി പ്രസംഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, യെരുശലേമിൽ ഇറങ്ങി പ്രസംഗിക്കുന്നത് സൂക്ഷിക്കണം, അവിടെ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരും, യഹൂദന്മാർ നിനക്കെതിരായി പ്രവർത്തിക്കും. അന്നേരം സ്തേഫാനോസ് പറഞ്ഞു, ദൈവമാണ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, താൻ ഇറങ്ങി പ്രവർത്തിക്കുവാൻ തയ്യാറായി. ദൈവം എന്നെയും നിങ്ങളെയും ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, ഒതുക്കുവാൻ സാധ്യമല്ല, നമ്മെ തകർത്ത് കളയുവാൻ സാധ്യമല്ല. ആ ശുശ്രൂഷ നമ്മെ കൊണ്ട് ദൈവം നാം ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിൽ വേറൊരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ദൈവം ആ ശുശ്രൂഷ നമ്മെ കൊണ്ട് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. സ്തേഫാനോസ് ഇറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി യെരുശലേമിൽ. ജനം ഇളകി, ജനം കലിയിളകി, അല്ലെങ്കിൽ കോപിഷ്ഠരായി ജനം എറിയുവാൻ തുടങ്ങി സ്തേഫാനോസിനെ. സത്യസുവിശേഷം സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്ന പോലെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ആ തിരുവെഴുത്ത് ദേശത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ജനം ഇളകുവാനിടയായിത്തീർന്നു, ജനം കോപിഷ്ഠരാകുവാനിടയായിത്തീർന്നു. സത്യസുവിശേഷം. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഈ തിരുവെഴുത്ത് താൻ വിളിച്ചു പറയുവാനിടയായിത്തീർന്നു. അവിടെ കൂടിയിരുന്ന ജനം തന്നെ കല്ലെറിയുവാൻ തുടങ്ങി. കല്ലെറിയുന്നവനെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, കോപിഷ്ഠനായി കല്ലെറിയുകയാണ്. കോപ നിറഞ്ഞുകൊണ്ട് അവൻ കല്ലെറിയുന്നു. ഏറുകൊള്ളുന്ന സ്തേഫാനോസിനെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും, ദൈവദാസാൽ നിറയപ്പെട്ടവനായി ഏറുകൊള്ളും. ആ സന്ദർഭത്തിൽ താൻ മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന പുത്രൻ തമ്പുരാൻ യേശുക്രിസ്തു അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തിനു വേണ്ടി? തൻ്റെ ഭക്തൻ്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ വേണ്ടി. ഒരു മനുഷ്യൻ്റെ ശരീരഘടന പഠിച്ചാൽ സയൻസ് പറയുന്നത്, പഠിപ്പിക്കുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും വേണ്ടിയതെല്ലാം ഇവിടെ ഗവൺമെൻറ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഹോസ്പിറ്റൽ തലത്തിലും ലോകത്തിൽ ലഭിക്കും. ആ ആത്മാവിന് വേണ്ടിയുള്ളത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. ഒരു വ്യക്തിയെ രൂപാന്തരത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവവചനമാണ്. വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിച്ചാണ് അവന് മാനസാന്തരം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സ്തേഫാനോസ് കല്ലെറിഞ്ഞു കൊന്നു ജനം. ദൈവത്തെ സേവിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അഭിഷക്തന്മാർ ആരോ സ്തേഫാനോസിനെ അടക്കം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഒരു ഭക്തൻ്റെ മരണം ഇവിടെ സംഭവിക്കുമ്പോൾ സ്വർഗത്തിൽ അവൻ പ്രസൻ്റ് ആകുക.
ഭക്തൻ ഇവിടെ ആബ്സെൻ്റ് ആകുമ്പോൾ സ്വർഗത്തിൽ പ്രസൻ്റ് ആകുകയും ഇവിടെ പ്രസൻ്റ് ആകുമ്പോൾ അവൻ സ്വർഗത്തിൽ ആബ്സെൻറ്റുമാണ്. ഭക്തനെ സംബന്ധിച്ച്, ഭക്തയെ സംബന്ധിച്ച്. സ്തേഫാനോസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ജനം അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ചിതറപ്പെട്ട ജനം വിവിധ സ്ഥലങ്ങളിൽ ചിതറപ്പെട്ടപ്പോൾ ദൈവനിയോഗം പ്രാപിച്ച, ദൈവനിയോഗത്താൽ ഫിലിപ്പോസിനെ ദൈവം ശമരിയിലേക്ക് അയക്കുക. ശമരിയിൽ ചെന്ന് ഫിലിപ്പോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ഫിലിപ്പോസും ദൈവവചനം പ്രസംഗിച്ചത് സത്യസുവിശേഷമാണ്. ഫിലിപ്പോസും അവിടെ വിളിച്ചു പറഞ്ഞു. ശമരിയിലുള്ള ജനം അപ്പോസ്തലർ 8:5 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ജനം ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തദാസൻ തിരുവെഴുത്ത് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും അത് ഏക മനസ്സോട് അവർ കൈക്കൊള്ളുവാൻ ഇടയായിത്തീർന്നു. യൂണിറ്റിയോട്, ഐക്യതയോട് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. അവിടെ ആ വചനത്തിൻ്റെ അടിയിൽ നാം അണ്ടർലൈൻ ചെയ്യേണ്ടത് ആവശ്യമാകും. ഏക മനസ്സോട് ശ്രദ്ധിച്ചു, താൻ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞു. ശമരിയിൽ ശപിക്കപ്പെട്ട ദേശത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളി. ഏത് ദേശം ശപിക്കപ്പെട്ടിട്ടുണ്ടോ, ഏത് പ്രദേശം ശപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇടയായി. ഫിലിപ്പോസ് പ്രസംഗിച്ചു, യേശുവിനെ ഉയർത്തുവാൻ ഇടയായിത്തീർന്നു. ജനം ശ്രദ്ധിച്ച് ഏക മനസ്സോട് കൈക്കൊള്ളുവാൻ. പല മനസ്സോട് നാം സഭയിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഏക മനസ്സ് ഐക്യതയോട് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുക. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ 8-ാം അധ്യായം അപ്പോസ്തലർ 8:5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ 3 കൂട്ടർക്ക് വിടുതൽ കിട്ടി. 1 പക്ഷപാതക്കാർ, 2 ദുരാത്മാക്കൾ പ്രാപിച്ചവർ, 3 മുടന്തർ. ഈ 3 കൂട്ടർക്ക് അവിടെ വിടുതൽ കിട്ടുക. 3 പേർക്കല്ല, 3 ഗ്രൂപ്പിലുള്ള അനേകം ആളുകൾക്ക് വിടുതൽ കിട്ടുക. ഈ ജനം ഈ അശുദ്ധാത്മാക്കൾ പ്രാപിച്ചവരും മുടന്തരും പക്ഷപാതക്കാരും ആയിരുന്ന പശ്ചാത്തലത്തിലായിരുന്നത് കൊണ്ടാണ് ശമരിയ പട്ടണം ബന്ധിക്കപ്പെട്ടു പോകാനിടയായത്. ബന്ധനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 28:22 ആരംഭം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. ഇത് ആര് പറയുന്നു? വലിയ പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് അള്ളപ്പാട് അറിയിക്കുക. അപ്പോൾ ബന്ധനം ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധനം മുറുങ്ങുന്നതിൻ്റെ കാരണം ദൈവഹിതമല്ലാത്ത മറ്റുള്ളവരെ നാം പരിഹസിക്കുമ്പോൾ ബന്ധനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. ബന്ധിക്കപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിട്ട് ഇവിടെ അശുദ്ധാത്മാക്കൾ പ്രാപിച്ചവർ, അവരുടെ പ്രത്യേകത, അവർ ഒരു വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അശുദ്ധാത്മാവ് പ്രാപിച്ച ഒരുത്തൻ കല്ലറയിൽ അവൻ വസിക്കുന്നു. അവനൊട്ടും വസ്ത്രം ധരിക്കത്തില്ല. കാരണം അവൻ്റെ മേൽ ഭൂതം 6000 ഭൂതമുണ്ടായിരുന്നത് കൊണ്ട് അവൻ കല്ലറയിൽ ഇരിക്കുവാനിടയായിട്ട് അവനെ ഭൂതം അവൻ്റെ ജീവിതത്തിൽ അവനെ തകർത്ത് കളയുവാനിടയായിട്ട്. വസ്ത്രം ധരിക്കാതെ, വസ്ത്രം കുറച്ച് ധരിക്കുന്ന ആൾക്കാരെ നാം കാണുമ്പോൾ ശ്രദ്ധിക്കണം. അവരിൽ മേൽ 10-20 ഭൂതമൊക്കെ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രം കുറച്ച് ധരിക്കുന്നത് കാണുവാൻ. 2 പക്ഷപാതക്കാർ, ശരീരത്തിൻ്റെ പകുതി ഭാഗം പാരലൈസായ ആൾക്കാരാണ് ഈ പക്ഷപാതക്കാർ. അവർ വിശ്വാസകൂടത്തിൽ ഇറങ്ങിത്തിരിച്ചത് 40, 50, 30 വർഷം ആയിട്ടും പക്ഷപാതക്കാരനെ പോലെ വിശ്വാസകൂടത്തിൽ നിൽക്കുന്ന അനേകരെ കാണുവാൻ കഴിയും. ഒരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നു. കൈ ബന്ധിക്കപ്പെട്ടു പോയ അവസ്ഥ, വായ് ബന്ധിക്കപ്പെട്ടു പോയ അവസ്ഥ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ. 3ാമത്തെ കൂട്ടരാണ് മുടന്തർ. ദൈവസഭകളിൽ എന്തെങ്കിലും ഒരു തീരുമാനമോ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ മുടക്കുന്ന, അക്ഷരാർത്ഥത്തിൽ മുടന്തന്മാരുണ്ടെങ്കിലും ഇങ്ങനെ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന ആൾക്കാരും വിശ്വാസകൂടത്തിൽ കുറവല്ല. അപ്പോൾ ഈ 3 കൂട്ടർക്ക് അവിടെ എന്ത് ചെയ്തു? വിടുതൽ ലഭിക്കാനിടയായി. അങ്ങനെ ആ പട്ടണം സന്തോഷമുണ്ടായി. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. നമ്മുടെ കുറിവാക്യം അതായിരുന്നു. ഇനിയും സന്തോഷം, 4 വിധ സന്തോഷങ്ങളുണ്ട്. ശാരീരിക സന്തോഷം, മാനസിക സന്തോഷം, ആത്മീയ സന്തോഷം, ഭൗതിക സന്തോഷം. ഈ 4 വിധ സന്തോഷം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. ശാരീരിക സന്തോഷം, ശരീരത്തിന്
സന്തോഷം. രോഗം. രക്തസ്രാവ സ്ത്രീയെ പറ്റി നാം പഠിക്കുമ്പോൾ അവൾ 12 വർഷമായി രക്തസ്രാവ രോഗബാധയാൽ അവൾ ബന്ധിക്കപ്പെട്ടവരായി. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ദൈവം അവൾക്ക് വിടുതൽ കൊടുക്കുവാനിടയായിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾക്കത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. യേശുവിന് അറിയുവാൻ കഴിഞ്ഞു, ആ സ്ത്രീക്കും അറിയുവാൻ കഴിഞ്ഞു. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാരം. ദൈവശക്തി അവിടെ വ്യാപരിക്കുവാനിടയായിരുന്നു. അവൾക്ക് ശാരീരിക സൗഖ്യം ലഭിക്കുവാനിടയായിരുന്നു. 12 വർഷമായിട്ട് താൻ അഭിമുഖീകരിച്ചിരുന്ന വേദന, കഷ്ടത, ഭാരം, അതുപോലെ അവിടെ പണനഷ്ടം, ഇതെല്ലാം അവൾക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ശാരീരികമായ സന്തോഷം, മാനസിക സന്തോഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ശമൂവേലിൻ്റെ പുസ്തകം പറയുക. അന്നായുടെ മാനസികമായി തളർന്നിരുന്ന അവസ്ഥ, ദൈവം അവൾക്ക് തലമുറയെ കൊടുക്കുവാനിടയായിത്തീർന്നു. അവൾക്ക് എന്ത് ലഭിക്കുവാനിടയെ? മാനസിക സന്തോഷം ലഭിക്കുവാൻ. ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകരായി തീരുവാൻ ഇടയായിത്തീർന്ന് ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ. അങ്ങനെ അവൾക്ക് മാനസിക സന്തോഷം. ഇനി ഭൗതിക സന്തോഷം, അത് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. എന്നാൽ കർത്താവിൻ്റെ വാക്കിന് അവൻ വില കൽപ്പിച്ചപ്പോൾ പടകിൻ്റെ വലഭാഗത്ത് വല ആഴത്തിലേക്ക് ഇറക്കിയപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അനേക മത്സ്യങ്ങൾ ലഭിപ്പാൻ 183 പെരുത്ത മീൻകൂട്ടം അവന് ലഭിപ്പാനാണ്. അതവൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി തീരുവാൻ കർത്താവിൻ്റെ വാക്കിന് അവൻ വില കൽപ്പിച്ചു. അവനോട് കൂടെ ചേർന്ന് നിന്നവർക്കെല്ലാം അത് വലിയ അനുഗ്രഹത്തിലും വിടുതലാണ്. അവൻ മറ്റുള്ളവരെ അവരോട് കൂടെ ഈ മത്സ്യത്തെ കിട്ടിയപ്പോൾ വിളിക്കുവാനിടയായിരുന്നു. അങ്ങനെ അവന് ഭൗതികമായ വിഷയത്തിൽ വിടുതൽ കിട്ടുവാനിട. അപ്പോൾ ശാരീരിക സന്തോഷം, മാനസിക സന്തോഷം, ആത്മീയ സന്തോഷം ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ. അങ്ങനെ 4 വിധ സന്തോഷം പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു. ശാരീരികമായിട്ടും മാനസികമായും ആത്മീയമായും ഭൗതികമായും. ഇന്ന് കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായ സന്തോഷമാണോ വേണ്ടിയത്? ആത്മീയ സന്തോഷമാണോ? ഭൗതിക സന്തോഷമാണോ? ഏതാണെങ്കിലും ഇത്രമാത്രം ചെയ്താൽ മതി. നാം ദൈവകരത്തിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ മതി. ദൈവത്തിൻ്റെ വാക്കിന് വില കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ആ കർത്താവിൻ്റെ കരത്തിലേക്ക് ഈ പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തൻ ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ.